യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം യാത്രക്കാരെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ വിദേശികൾ ഉൾപ്പെടെ ഉണ്ട്. ഇതിൽ 5 വിമാനങ്ങൾ ഇതുവരെ റദ്ദാക്കി എന്നുള്ളതാണ് ഔദ്യോഗിക അറിയിപ്പ്. ഇത് 5:15 ഇവിടെ നിന്ന് പോകേണ്ട ദോഹയ്ക്കുള്ള വിമാനമാണ് ഒന്ന്. മറ്റൊന്ന് 6 മണിക്ക് പോകേണ്ട ദുബായ്ക്കുള്ളതാണ്. മറ്റൊന്ന് 6:15 ഷാർജയിലേക്കുള്ളതാണ്. ഇനിയൊന്ന് അബുദാബിയിലേക്ക് പോകേണ്ടതാണ്. ഒപ്പം തന്നെ ദമാമിലേക്കും പോകേണ്ടതാണ്. ഇങ്ങനെ 5 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരെല്ലാം തന്നെ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്നവരാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അവർക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുമോ എന്നാലോചിച്ച് മറ്റും നിൽക്കുന്നുണ്ട്. കുറേ ആളുകൾ യാത്രക്കാർ തിരിച്ച് അവർ വീട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, വിദേശികളുണ്ട്. ഇവരൊന്നും തന്നെ എങ്ങോട്ട് പോകണമെന്നറിയാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അങ്ങനെയാണ്. കാരണം ആളുകൾ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ എത്തിയ ആളുകൾക്ക് കൃത്യമായി തന്നെ പോകാൻ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ആക്രമണങ്ങൾ വ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ്. നമുക്കറിയാം UAE-യിലും അതുപോലെ തന്നെ ഷാർജയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ബഹ്റൈനിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടാകുന്നു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുള്ളത്. എങ്ങോട്ട് പോകാനാണ്? ഷാർജയ്ക്ക് പോകാനായിരുന്നു. 7:15 ഫ്ലൈറ്റ് ആയിരുന്നു. സോ ഇവിടെ വന്നപ്പോൾ ചെക്കിംഗ് ക്ലോസ്. കുറേ നേരം വെയിറ്റ് ചെയ്തു നമ്മൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെക്കിംഗ് ക്ലോസ്ഡ് എന്ന് ഫസ്റ്റ് കാണിച്ചു. പിന്നെ നമ്മളൊരു 1 അവർ കഴിഞ്ഞ് 1.5 അവർ കഴിഞ്ഞപ്പോൾ ക്യാൻസൽ എന്ന് കാണിച്ചു. പക്ഷെ ഒഫീഷ്യൽ മെയിൽ വന്നിട്ടില്ല നമുക്ക്. ഒഫീഷ്യൽ മെയിൽ വരാതെ നമ്മൾ പോയാൽ തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടല്ലേ. പിന്നെ റീഫണ്ട് കാര്യം അവർ പറയുന്നത് തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. 4 മണിക്കൂർ യാത്ര ചെയ്താൽ വന്നതിന് തിരിച്ച് 4 മണിക്കൂർ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഇവിടുന്ന് ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എപ്പം പുറപ്പെടും എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ആ ബോർഡിൽ ക്യാൻസൽഡ് എന്ന് കാണിച്ചു. ഇവരോട് ചോദിച്ചപ്പോൾ ക്യാൻസൽഡ് ആണ്, റീഫണ്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോകാൻ കഴിയും എന്നോ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്? ഇല്ല, 2 വീക്സ് എങ്കിലും എടുക്കുമെന്നാണ് മിനിമം അവർ പറയുന്നത്. കാരണം ഇതൊന്ന് ക്ലിയർ ആയി വരാതെ നമുക്ക് ഒരു ഫ്ലൈറ്റ് ചെയ്യുന്ന ഇപ്പം എന്തിനാണ്? വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് ഒരു ഒഫീഷ്യൽ മെയിൽ വന്നിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഷാർജ, ട്രിവാൻഡ്രം. അതെ, ക്യാൻസലായിരുന്നു. അറിയത്തില്ല, അവർ ക്യാൻസൽഡ് എന്ന് പറയുന്നു. ഇൻ കേസ് അവർ ലേറ്റ് പോകുമെന്നറിയില്ലല്ലോ. കറക്റ്റ് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എവിടെ പോകാൻ? ഷാർജ. റദ്ദാക്കിയിരിക്കുകയാണ്, ക്യാൻസൽഡ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് തിരക്കണം. അവർ റീഷെഡ്യൂൾ ചെയ്യുമോ, ടിക്കറ്റ് അല്ലെ റീഫണ്ട് ചെയ്യുമോ എന്തുവാന്നുള്ളത് തിരക്കാൻ വേണ്ടി നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യണം. Your journey, I mean your journey. So we just arrived at the airport and we didn't really know what was going on because we haven't really had any Wi-Fi for a while, and we've just been told that of course the Middle East is now firing missiles, so we're not entirely sure what to do now because we are going to England but we stop at Abu Dhabi as a connecting flight, so we now have to work out what to do if we don't get let in to Abu Dhabi. Where are we going to Abu Dhabi? Just as a connecting flight, so a few hours stopover, and then from Abu Dhabi we go to British Airways to England. Sorry? I didn't... I'm from England, Oxford. Yeah. So... yeah, so we'll try and get to Oxford. My sister is going to Jersey, so she needs to get another plane to Jersey. It's okay.